നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കാന്താര ചാപ്റ്റർ 2, അതായത് രണ്ടാം ഭാഗം, ചാപ്റ്റർ 1 എന്നാണ് അതിൻ്റെ പേര്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കുറച്ച് താമസിച്ചാണ് കണ്ടത്. നമ്മൾ സമയമില്ലടെ കാണാൻ പോകാനായിട്ട്, അതുകൊണ്ടാണ് ഇന്നലെയാണ് കണ്ടത് പടം. കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. ഇത് തന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് നമുക്ക് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ നൈറ്റാണ് നമ്മൾ സിനിമയ്ക്ക് പോയത്. പ്രണവത്തിലാണ് പോയത്, കൊല്ലം പ്രണവത്തിൽ. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമായിരുന്നു. ഒരുമാതിരി വീട്ടിലെ ഹാളിനകത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട പോലെ ഒരവസ്ഥയായിരുന്നു. പിന്നെ പടം എൻഗേജിങ് ആയതുകൊണ്ട് കുറച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതിനകത്തോട്ടൊക്കെ കയറിപ്പോയി. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. പടം പൊളി സിനിമയാണ്, തീ പടമാണ്. നമുക്കൊരു ഒരു അമ്പലത്തിലൊക്കെ ഈ ഇതൊക്കെ ഇല്ലേ, സർപ്പ പൂജ, അങ്ങനത്തെ കുറച്ച് ചില പൂജകളൊക്കെ ഇല്ലേ, ഇപ്പോൾ അൻപൊലി, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോയി നമ്മൾ ഈ കാവടിയൊക്കെ കാണാൻ പോകത്തില്ലേ, ശൂലം കുത്ത്, അതൊക്കെ കണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്കുള്ളിലൊരു സാധനം വരുമല്ലോ. അതേപോലെ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ചില സീനുകളിൽ, ചില ക്യാരക്ടർ റിവീൽ ചെയ്യുമ്പോഴത്തേക്കുള്ള എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം ഞാൻ ഈ കാവടി കണ്ട് നിൽക്കുന്ന സമയത്ത് പോലെ എൻ്റെ ദേഹം വിയർത്ത് ഞാൻ തുള്ളിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ, ദേഹത്ത് ഈ ഇത് കയറിയിട്ട്. നല്ലൊരു രീതി എനിക്ക് എൻ്റെ മനസ്സിലാവും കാര്യം, നല്ലൊരു അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തുള്ളിയിട്ടില്ല, പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ അത് ഇത് വന്നിരുന്നു. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഞാനൊരു അമ്പലത്തിൽ കാവടി എന്ന് പറയുന്ന സമയത്ത് ഇറങ്ങി ഓടിയിട്ടൊക്കെ ഉണ്ട്. അതുകൂടെ അപ്പോൾ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ഹ്യൂമറൊക്കെ കുത്തിക്കയറ്റി എന്തോ ഒരു ലാഗ് ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. എന്നാൽ എടുത്തു പറയാനുള്ള കുറച്ച് നല്ല എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഫൈറ്റ്, ഈ നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ ഇൻട്രോ സീനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പോക്കാലിപ്പിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക, ചുറ്റുപാടും അവരുടെ വേഷവിധാനങ്ങളും പിന്നെ ആ ഒരു കളർ ടോണും ഒരു കാടിൻ്റെ അകത്തുള്ളൊരു സംഭവമൊക്കെ കാണുമ്പോൾ കറക്റ്റ് അവരുടെ സെറ്റാണ്, നൈസാണ്. ആ ഒരു ഹോളിവുഡ് അത്ര വന്നില്ലെങ്കിലും ഏകദേശം ആ ഒരു സ്റ്റൈല് പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ സിനിമയിൽ മറ്റേ കേജ് ഉരുണ്ട് വരുമല്ലോ, കാട്ടിൻ്റെ അകത്ത് പോകുന്ന കേജിനകത്ത് ഇവരിങ്ങനെ ഉരുണ്ട് മറ്റേ കടലിലൊക്കെ പോയി വീഴുന്ന ആ ഇതില്ലേ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ടച്ച് വരുന്ന രീതിയിൽ ഒരു രഥം, ഒരു കയറ്റുന്നൊരു രഥം ഇങ്ങനെ ഉരുണ്ട് വരുന്ന, അതിനകത്തൊരു ബാഹുബലിയൊക്കെ കാണാൻ പറ്റി ഏകദേശം. ഒരു ഫൺ എലമെൻറ്റ്. ബാഹുബലി പ്രഭാസ് മറ്റേ കല്ലിൻ്റെ മുകളിൽ കയറാനൊക്കെ പോകുമ്പോഴൊക്കെ ഒരു അമാനുഷികത്വം സംഭവമൊക്കെ ഇല്ലേ, മറ്റേ തമന്നയെ അങ്ങനെ ആ ഒരു നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത വിധത്തിലുള്ള അവിശ്വസനീയമായ ചില കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്, പുള്ളിയുടെ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ആളെ കാണുമ്പോഴേ മനസ്സിലാവും. ഒരു 10-20 പേര് വന്നാലും അയാൾക്കൊരു പ്രശ്നമല്ലാന്ന് തോന്നുന്ന രീതിയിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു കേജിനകത്ത് അടയ്ക്കുന്നത്, ഒരു സെല്ലിനകത്ത് അടയ്ക്കുന്ന സമയത്ത് സെല്ലിൽ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ സെല്ലിങ്ങനെ ഇളകി അങ്ങ് പോയിട്ട് തിരിച്ച് അയാളെ സെല്ലിൽ അത് കൊണ്ടുവച്ചിട്ട് അകത്ത് വയ്ക്കുന്ന സീനെ കിട്ടും. നല്ല രസമായിരുന്നു അതൊക്കെ. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ആണ്. ആഫ്റ്റർ ഇൻ്റർവെൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക, ഭക്തി ഇല്ലാത്തവർ പോലും അതിൻ്റെ അകത്തിരുന്ന് തൊഴുതു പോകും ചില സമയത്ത് ഇങ്ങനെ. അതേ അവസ്ഥയാണ്. പിന്നെ ഒരു പുതിയൊരു ക്യാരക്ടറിനെ റിവീൽ ചെയ്തിട്ടുണ്ട്, ചാമുണ്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ പുള്ളി അങ്ങ് പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ആ സ്ക്രീൻ അങ്ങ് എടുത്തിരിക്കും. അങ്ങ് ഇതെൻ്റെ സീനാണ്, ഇത് ഞാനാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് ചെയ്യും. ഞാൻ ആലോചിക്കണം, ഒരു മനുഷ്യന് എങ്ങനെ ഇത്ര നല്ല ഡയറക്ടർ, ഇത്ര നല്ലൊരു റൈറ്റർ, ഇത്രയും നല്ലൊരു ആക്ടർ, അതേ ഒരേ സമയം എങ്ങനെ ഈ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് അതിൻ്റെ പീക്ക് ലെവലിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റും എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ പല തവണയും നമ്മളെ ചിന്തിപ്പിച്ചു പോകും. പിന്നെ ഇടയ്ക്ക് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ആനിമേറ്റഡ് ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്, 3D. അത് എനിക്ക് തോന്നുന്നു ബ്രഹ്മരക്ഷസിനെ ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത്, ആണെന്നാണ് എനിക്കങ്ങനെയാണ് തോന്നിയത്. ഈ ശിവൻ്റെ ലിംഗത്തിനെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു കവലാൾ എന്ന രീതിയിലാണ് ബ്രഹ്മരക്ഷസിനെ കാണിച്ചിരുന്നത്. വെച്ചാൽ ഗ്രാഫിക്സ് കാണാൻ കൊള്ളായിരുന്നു, പക്ഷെ എന്നാലും കുറച്ചും കൂടെ
ഇതാ പെർഫെക്റ്റ് ആക്കാമായിരുന്നു എന്ന് തോന്നി. അതിനകത്ത് ആ 3D ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റും റെൻഡറിങ്ങൊക്കെ കുറഞ്ഞ് വിറയ്ക്കുന്ന പോലൊരു തോന്നൽ തോന്നി. അതർവൈസ് അടിപൊളിയായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അതൊന്നും ഒരു കുറ്റമല്ല, എടുത്ത് പറയാൻ പറ്റിയൊരു കുറ്റമല്ല അത്. ബാക്കിയുള്ള സീനുകൾ വെച്ച് ഇതിനകത്തുള്ള ചെറിയ കുറ്റങ്ങൾ പോലും ഹീല് ചെയ്യപ്പെടും. അതേ കണക്കാണ് ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. സോ ആരും ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും പോയി ഇതിനെ OTT കാണാൻ നിൽക്കരുത്. പൊളിഞ്ഞു പോകാനിടയിൽ എല്ലാം കൂടെ. അപ്പോൾ ആരും ഇതിനെ OTT കാണാൻ നിൽക്കരുത്. മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണുക. മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയ തിയേറ്റർ ഇച്ചിരി സൗണ്ട് ഇത്തിരി ക്വാളിറ്റി കുറവായിരുന്നു. ഒരുപക്ഷെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വാസ് സ്റ്റണ്ണിങ്. ആൻഡ് പിന്നെ ജയറാമേട്ടൻ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ്. കാരണം ഇതുവരെ പുള്ളി ചെയ്തിട്ടുള്ള ഇപ്പം റെട്രോയ്ക്കകത്തേക്ക് അതിൽ അന്യഭാഷയിലൊക്കെ പോയിട്ട് കോമാളി വേഷങ്ങൾ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ പുള്ളിയെ ഒരു മലയാള നാടനിൽ ഇത്രയും ഒരു ടോപ്പ് ലെവലിൽ നിന്ന ഒരാളായിട്ട് നമ്മൾ മറന്നുപോയി ശരിക്കും, അങ്ങനെ ഒരു ക്യാരക്ടറിനെ. പക്ഷെ ഇതിൽ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ കിടുവാണ് കേട്ടോ. കിടു ക്യാരക്ടർ, അടിപൊളി ക്യാരക്ടർ. അത് ജാനാമേട്ടൻ തകർത്തിട്ടുണ്ട്. ഫൈറ്റ് നമ്മൾ വിചാരിക്കുന്നില്ല പുള്ളി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ ക്ലൈമാക്സിൽ എന്താണ് ഫൈറ്റൊക്കെ എന്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുന്നേ ഒരു ഫൈറ്റ് ഉണ്ട്. ഒരു ഈ ദൈവങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ഒരു ടീമുമായിട്ടൊരു കറുത്ത കരിയൊക്കെ തേച്ചിട്ട് അത് ഈ അപ്പോകാലിപ്റ്റിക് ആ ഒരു ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ആയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്, ഒരു രാത്രി ഇരുട്ട്. എൻ്റെ മോനെ എന്താ അത് ചെയ്ത് ഒരു പുലിയൊക്കെ ഇതിനകത്ത് ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, ഒരു ദൈവമായിട്ടൊരു പുലി വരുന്നുണ്ട്. ആ പുലിയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ രോമണീക്കുകയാണ്. അത്ര രസമായിട്ടാണ് പുലിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പുലിയൊക്കെ അഭിനയിക്കുകയാണ് അതിനകത്ത്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഫൈറ്റ് ആയാലും ഒന്നും നമുക്ക് ഫൈറ്റ് സീനുകളൊക്കെ ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നാൽ ജയറാമുണ്ടായിരുന്നു. അപ്പം ജയറാം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ അല്ലു അർജുൻ്റെ സാമജവരഗമന, അപ്പോൾ ഏതായിരുന്നു അങ്ങ് വൈകുണ്ഠപുരത്ത് സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത്രയും കുറച്ച് സീരിയസ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ കിട്ടിയത് ഇപ്പോഴാണ്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കിയിട്ടുണ്ട് സീനുകൾ. നല്ല ആദ്യമൊക്കെ ഞാൻ വെച്ച് വലിയ റോളൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. പിന്നെ ഒരു രാജാവായിട്ട് ഈ ജയറാമിൻ്റെ മകനായിട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു, നല്ലൊരു വില്ലൻ, രസമായിട്ടുള്ളൊരു വില്ലൻ, ഒരു ചൊറിയൻ. അയാളെ പിടിച്ചങ്ങ് ഞെക്കി പൊട്ടിച്ച് കൊല്ലാൻ തോന്നും. അതേ കണക്കൊരു ചൊറിയനായിട്ടുള്ളൊരു രാജാവ്. പിന്നെ ഇതിനകത്ത് നായിക, എനിക്ക് പുള്ളിക്കാരുടെ പേരറിയത്തില്ല. പുള്ളിക്കാരി ഒരു 2 ജോണറിൽ വരുന്നുണ്ട്. ആദ്യം ഒരു കാണാത്തവർക്ക് സ്പോയിലർ ആക്കുന്നില്ല, പക്ഷെ അത് നല്ലൊരു ക്യാരക്ടറാണ്. കണ്ടു നോക്ക്, കാണുമ്പോൾ മനസ്സിലാവും. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഈ സിനിമ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇല്ലാതെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കാന്താരയോളം ഫസ്റ്റോളം വരില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ട്വിസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് സിനിമ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഹൈ കയറും, അങ്ങ് നമ്മളങ്ങ് ഒരുപാട് ചിന്തിപ്പിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമെന്ന് വിചാരിക്കും. ഇത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി സെക്കൻഡ് പാർട്ടിൽ ബാക്കി കാണിക്കാമെന്നുള്ള രീതിയിലാക്കുമെന്ന് വിചാരിച്ചു, നമ്മൾ ബാഹുബലി പോലൊക്കെ. പക്ഷെ അങ്ങനല്ല, നല്ല കഥ ഫിനിഷ് ചെയ്ത് തന്നെ നിർത്തുക. എനിക്ക് തോന്നുന്നു ഇനി ചാപ്റ്റർ 2 വരുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കാലഘട്ടമായിരിക്കാം കാണിക്കാൻ ചാൻസ്. ഇതിപ്പോൾ ഒരുപാട് പഴയ കാലമാണ് കാണിച്ചിരിക്കുന്നത്, രാജഭരണം അങ്ങനത്തെ സംഭവമൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കാന്താര ഫസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. മേ ബി ഇനി അടുത്ത സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് പ്രസൻറ്റ് ആവാനാണ് ചാൻസ്, എനിക്ക് തോന്നുന്നു അങ്ങനെ. എനിവേ കാണാത്തവരുണ്ടെങ്കിൽ പോയി മാക്സിമം തിയേറ്ററിൽ തന്നെ, സിനിമ എടുത്ത് മാറ്റുന്നതിന് മുന്നേ തിയേറ്ററിൽ തന്നെ പോയി കാണും കേട്ടോ, മിസ് ചെയ്യരുത്. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ആൻഡ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ subscribe and support. Thank you. Bye. See you.